ഇന്നത്തെ വീഡിയോയിൽ ഒരു റോസ് പൗച്ചാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മളെ കുഞ്ഞു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ചാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു വൈറ്റ് ആണും 3mm സൈസുള്ള ഹുക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോട്ടിട്ടിട്ട് ചെയ്തു തുടങ്ങാം. നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെയിൻ ഇടണം. ഞാനിവിടെ ഒരു 21 ചെയിനാണ് ഇടുന്നത്. നമുക്ക് വലുത് വേണം, അതിലും വലുത് വേണമെങ്കിൽ അതിനനുസരിച്ച് വീതി നോക്കിയിട്ട് ചെയ്യാം. നീളം വീതിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയിൻ ഇടാം. ഇതിലിപ്പോൾ 21 ചെയിൻ ഇട്ടു. നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ അടുത്ത ചെയിനിലേക്ക് അടുത്തത്, ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ചെയിൻ ലാസ്റ്റ് വരെ ഈ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് വരെ പോവാം. ഇപ്പോൾ ഇതാ ലാസ്റ്റ് വരെയായി. ഇനി ആ ലാസ്റ്റ് ചെയ്തതിൽ ഒരു 2 ചെയിൻ എക്സ്ട്രാ, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എക്സ്ട്രാ ചെയ്യണം ആ ചെയിൻ തന്നെ, ആ സ്റ്റിച്ചിൽ തന്നെ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടെ ചെയ്തു. ഒന്നും കൂടെ ചെയ്യാം. ഇനി നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് ചെയ്ത് വെച്ച ചെയിൻ ഉണ്ടല്ലോ, സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതാ ഇത്, അതിൻ്റെ നേരെയുള്ള ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ അറ്റം വരെ കണ്ടിന്യൂ ചെയ്തു പോവുക. ഓരോ ചെയിനിലും ഓരോ സ്റ്റിച്ചിൻ്റെ നേരെയുള്ള ലൂപ്പിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് വരെ പോവുക. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ നോട്ടിട്ടപ്പോഴുള്ള ആ ടെയിൽ ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ കൂട്ടി പിടിച്ചിട്ട് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് പോയിക്കോളും. ലാസ്റ്റ് അത് കട്ട് ചെയ്ത് മാറ്റൊന്നും വേണ്ട, അതിൻ്റെ കൂടെ അങ്ങനെ പിടിച്ച് ചെയ്താൽ മതി. അങ്ങനെ ലാസ്റ്റ് വരെ ചെയ്ത് അങ്ങനെ അവരെയും കംപ്ലീറ്റ് ആയി. ഇനി ആ ലാസ്റ്റ് എത്തിയില്ലേ, അവിടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടെ ചെയ്യട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാം. ഇനി അവിടെ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടാം. 1 2 3. എന്നിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കുക, ഒരു പിൻ എന്തെങ്കിലും വെച്ചാലും മതി. ഇനി നമ്മൾ ആദ്യം ചെയ്ത ആ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ നേരെയുള്ള ആ ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് വരെ എത്തിക്കുക. ഇനി അടുത്തതിൻ്റെ നേരെ, ഇത് കഴിഞ്ഞു അടുത്ത സ്റ്റിച്ചിൻ്റെ നേരെ. ഓൾറെഡി സ്റ്റിച്ചൊക്കെ അറിയുന്നവരാണെങ്കിൽ ഇതൊന്ന് സ്പീഡിലിട്ട് കണ്ടാൽ മതി കേട്ടോ. തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൂം ചെയ്ത് ഓരോന്നായിട്ട് പറയുന്നത്. അല്ലാത്തവർ സ്പീഡിലിട്ട് കാണാം. ഏകദേശം അറിയുന്നവർക്ക് ഇത് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടം തൊട്ട് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താണ്. ഒരു ചെയിൻ എക്സ്ട്രാ, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ടു. എന്നിട്ട് 1 ഇടവിട്ടിട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. ചെറിയൊരു പാറ്റേണിലൊരു മാറ്റം. വീണ്ടും
തൊട്ടടുത്തുള്ളതിൽ തന്നെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഒന്നും കൂടെ ചെയ്യാം. ഒന്നും കൂടെ എന്ന് വെച്ചാൽ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അതുകൊണ്ട് അവിടെ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് തൊട്ടടുത്തയിലേക്ക് ചെയ്യും. ഒരു ചെറിയൊരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്തയിലേക്ക് ചെയ്തു. ഒന്ന് സ്കിപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ചെയ്തു. അതൊരു ചെറിയൊരു ഗ്യാപ്പ് വരും. അങ്ങനെ വീണ്ടും 3 ഡബിൾ സ്റ്റിച്ച് അടുപ്പിച്ച് ചെയ്തു. ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഒരു ഇനി സ്റ്റിച്ച് വിട്ട് അടുത്ത ഭാഗത്തേക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ പോവാം. അതിലേക്ക് കൊണ്ടുപോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാം. വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. അടുത്ത ഇനി കറങ്ങി ഇവിടെ എത്തുമ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ട ഭാഗത്തേക്കാട്ടോ ജോയിൻ ചെയ്യേണ്ടത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റൊന്നുമില്ല. 3 ചെയിൻ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു ഗ്യാപ്പ് വരുത്തിയിട്ട് അടുത്ത ചെയിനിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം 3 എണ്ണം. അങ്ങനെ പോവാം. നമുക്ക് എത്ര ഹൈറ്റിലാണോ പൗച്ച് വേണ്ടത് അത്രയും ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഒരു ചെയിൻ ഇട്ട് കണ്ടോ. ഇനി ഒരു ഗ്യാപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തു അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇതേപോലെ തന്നെ ചെയ്തു പോവാം. ഇതാ നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി ഈ ഒരു കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകട്ടോ. എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് പൗച്ചിൻ്റെ വലുപ്പം നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കുറച്ച് വലുപ്പത്തിൽ. ഇപ്പോൾ ഇതാ ഞാനിവിടെ വരെ എത്തിയിട്ടോ. ഇത്രേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇതിലും വലുതോ വലുപ്പം കൂടിയതോ വീതി കൂടിയതോ വേണം അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് കൂടുതലിട്ടിട്ട് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്യാണ് അവിടെ. എന്നിട്ട് യാണ് കട്ട് ചെയ്തിട്ട് അവിടെ ടൈറ്റ് ചെയ്തു. എന്നിട്ട് ബാക്കി വന്ന യാണ് ഞാൻ ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാം. ഇവിടെ മേലെ അതിലൂടെ കൊണ്ടുപോയി വെച്ചിട്ട് കുഴപ്പമില്ല. അവിടെ കാണൂല. അവിടെ നമുക്ക് റോസും ഗ്രീൻ കളറുള്ള യാണും ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ഒരു നോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്യാം. അവിടെ കട്ട് ചെയ്താൽ മതി. ഇനി ഇത് മറിച്ചിടാം. നല്ല വശം ഇതാണ്, മറിച്ചിടാം കേട്ടോ. ഇനി ഇതിൽ മേലെ വർക്ക് ചെയ്യാം. ഇനി ഒരു ഗ്രീൻ യാൺ എടുത്തിട്ടുണ്ട് ഞാൻ. സ്ക്രീനിൽ ബ്ലാക്ക് ആയിട്ടാണോ തോന്നുന്നതെന്നൊരു സംശയമുണ്ട്. ഗ്രീനാണ്, നല്ല ഡാർക്ക് ഗ്രീനാണ്. അത് നമ്മളിവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇങ്ങനൊരു ചെയിൻ സ്റ്റിച്ചിട്ട് ലോക്ക് ചെയ്തു. ഒന്നും കൂടെ എടുക്കാം. ഒന്നും കൂടെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് ഇവിടെ നിന്ന് ലോക്ക് ചെയ്തു. എന്നിട്ടൊരു 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. 1 2 3 4. എന്നിട്ട് ആ ഗ്യാപ്പിൻ്റെ അങ്ങോട്ട് ഹുക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് യാണിനെ അതിലൂടെ എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് പോലെ ചെയ്യാം. വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് അടുത്ത ഗ്യാപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ചുറ്റും ചെയ്യുക കേട്ടോ. ഇതന്നെ ചുറ്റും ചെയ്യാം. ഇപ്പോൾ ഇതാ ലാസ്റ്റ് വരെ ആയി. ഇനി നമുക്ക് അടുത്ത ചെയ്യാണ്ട് ഇതിലൂടെ ഇങ്ങനെ എടുത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അടുത്ത റൗണ്ടാണ്. അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. വീണ്ടും ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ളതല്ല, അതിൻ്റെ അടുത്തുള്ള ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണ് അതിലൂടെ എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. എന്നിട്ട് വീണ്ടും
ഒരു 3 ചെയിൻ ഇടുക, 2 3. എന്നിട്ട് അവിടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി അടുത്തത് ഇതിങ്ങനെ വരും, ഇങ്ങനെ ഒരു കൂർപ്പായിട്ട് വരും. ഇനി അടുത്തയിലേക്ക് കൊണ്ടുപോയിട്ട് അതേപോലെ തന്നെ ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. 1 2 3 4 കേട്ടോ, 3. ഇനി അതിലൂടെ തന്നെ കൊണ്ടുപോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. യാണ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു നോട്ടിടുക. നോട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് ടൈറ്റ് ചെയ്തിട്ട് യാണ് കട്ട് ചെയ്താൽ മതി. ഇനി ഒരു റെഡ് യാണെടുത്ത് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് നമ്മളിവിടെ ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 2 കോണിൻ്റെ ആ ഭാഗത്തായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലൂടെ എടുത്തു. ഞാനിവിടെ ഒരു ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടത്. ഞാനിവിടെ ഒരു 8 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടത്. നിങ്ങളെ ഈ കയ്യിലുള്ള യാണിൻ്റെ വണ്ണനുസരിച്ച് കേട്ടോ. ഇത് 8 ഇട്ടിട്ട് തന്നെ കുറച്ച് വലിപ്പം തോന്നുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള യാണാണെങ്കിൽ 5 6 ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മതി, അത്ര മതി. ഇതിപ്പോൾ ഞാൻ 8 ഇട്ടു, കുഴപ്പമൊന്നുമില്ല. അതിലിതാ തൊട്ടടുത്ത ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതേ സെയിം സ്റ്റിച്ച് തന്നെ ചെയിൻ തന്നെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീണ്ടും ചെയ്തു. അങ്ങനെ ഒരു ചെയിനിൽ 3 എണ്ണം വെച്ച് ചെയ്യാം. വീണ്ടും അതിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ 3 എണ്ണം ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ചെയിൻ വരെ ഓരോ ചെയിൻ സ്റ്റിച്ചിലും 3 എണ്ണം വെച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ അവിടെ ചുരുണ്ട് വരും കേട്ടോ. ഇതുണ്ടോ, അതിങ്ങനെ ചുരുണ്ട് വരുന്നതാണ്. നമ്മൾ അങ്ങനെ ഓരോ ചെയിനിലും 3 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ ചുരുണ്ട് വരുന്നതാണ്. ലാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട്. കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് വരെ എത്തിയിട്ട് യാണ് കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോയി ആ യാണിനെ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് ആ യാണിനെ താഴോട്ടെടുക്കണം, താഴോട്ട് വലിക്കണം. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട്, ഇതൊക്കെ എളുപ്പമാട്ടോ, അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഫസ്റ്റത്തെ യാണും അതും കൂടെ ഒന്ന് കെട്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ടൈറ്റ് ആവാൻ ഒന്ന് കെട്ടിടുക. ഒരു 2 കെട്ടിട്ട ശേഷം വീണ്ടും ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോയിട്ട് യാണിനെ ഒന്നിനാദ്യം വലിച്ചെടുക്കുക. പിന്നെ അടുത്തതിനും കൂടെ, അടുത്ത യാണുണ്ടല്ലോ അതിനും കൂടെ അതിലൂടെ എടുത്തിട്ട് വീണ്ടും അവിടെ ഒരു കെട്ടിടുക. രണ്ട് കെട്ടിട്ട ശേഷം കട്ട് ചെയ്യുക. ഉള്ളിലാവുമ്പോൾ അത് കാണൂല കേട്ടോ. ഇങ്ങനെ എല്ലാ ഗ്യാപ്പ് ഒന്നായി
ഇനി എല്ലാ ഗ്യാപ്പിലൂടെയും ഇതുപോലെ ചെയ്യാം. 2 കോണ് വരുന്നതിൻ്റെ നടുക്ക് ഇതുപോലെ ചെയ്യാം. ഇതാ ഇതിൻ്റെ 2 കോണായിട്ട് വരുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കംപ്ലീറ്റായി. ഇനി ഒരു സ്പ്രിങ്ങും കൂടെ കൊടുക്കണം. 2 വശത്തും ഒരു വള്ളി പോലെ അത് ചെയ്യാം. ഇനി ഗ്രീൻ യാൺ വെച്ചിട്ട് തന്നെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുക. കുറച്ച് വെച്ചാൽ നമുക്ക് സൈസ് ഞാനിപ്പോൾ ഒരു 50 സ്റ്റിച്ച് ഇട്ടു. ഇനി നോക്കണം നമ്മൾ ഇവിടെ കുറച്ച് ഹാങ് ആയി കിടക്കുന്ന ഒരു സൈഡിൽ. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ കോർത്ത് കൊണ്ടുവരാനാണ്. അപ്പോൾ ഇങ്ങനെ പാകം നോക്കിയിട്ട് ചെയിൻ സ്റ്റിച്ച് നിർത്തിയിട്ട് കട്ട് ചെയ്ത് അതിലൂടെ കോർത്തെടുക്കുക. ഇനി അത് നമ്മൾ ചെയ്ത ഗ്രീനിൻ്റെ ആ ഭാഗത്തു കൂടെ ഇങ്ങനെ കോർത്ത് കൊണ്ടുവന്നു ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അത് കെട്ടിടണം. രണ്ടും ഒരേ ലെവലിലാക്കിയ ശേഷം അവിടെ കെട്ടിടുക. ഇത് പ്രത്യേകിച്ച് സ്ലോയിൽ കാണിക്കേണ്ട. ഇങ്ങനൊരു സ്ട്രിങ് കോർക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡിൽ കാണിച്ചത്. അതുപോലെ ഇനി 2 റോസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഉള്ളിലേക്ക് പുറത്തും കെട്ടിടുക, ഉള്ളിലേക്ക് എടുത്തിട്ടും കെട്ടിടുക. അതിന് ശേഷം 2 ഗ്രീൻ യാൺ ഉണ്ടല്ലോ അതും ഇതുപോലെ ഉള്ളിലേക്ക് വലിച്ചിട്ട് കെട്ടിട്ടിട്ട് കട്ട് ചെയ്താൽ മതി.